2024 ഒക്ടോബർ മാസത്തെ ചാരവശാലുള്ള ഫലങ്ങളിലേക്ക് സ്വാഗതം. ഈ 2024 ഒക്ടോബർ മാസം വളരെ രണ്ട് വിശേഷമായിട്ടുള്ള ആഘോഷങ്ങൾ കേരളത്തിലും ഭാരതത്തിലെമ്പാടും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് നവരാത്രിയും രണ്ടാമതായിട്ട് ദീപാവലിയുമാണ്. നവരാത്രി വളരെയധികം പ്രാധാന്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നവരാത്രി പൂജകളും ദസറ എന്നുള്ള പേരിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ആഘോഷങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്നുണ്ട്. സരസ്വതി ദേവിക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും ദുർഗാ ദേവിയെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ സങ്കല്പത്തിൽ നവരാത്രി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുന്നു. എല്ലാ മതത്തിലുമുള്ള ആൾക്കാർ അവരുടെ കുഞ്ഞുങ്ങളെ, അതായത് 3-ാം വയസ്സിലാണ് എഴുത്തിനിരുത്താറ്, ആ എഴുത്തിനിരുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എഴുത്തിനിരുത്ത് നടത്തുന്നതിനായിട്ട് എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് അവരവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ എഴുത്തിനിരുത്തുക എന്നുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് മൊത്തത്തിൽ ഇന്ത്യയിൽ ഭാരതത്തിൽ ആഘോഷിക്കുന്ന ഒന്നാണ് ദീപാവലി. ദീപാവലി ആഘോഷം ഒക്ടോബർ മാസം അവസാനം നടക്കുന്നുണ്ട്. അത് പലയിടത്തും 3 ദിവസമായിട്ടാണ് ആഘോഷം. തമിഴ്നാട്ടിലും കേരളത്തിലും വിശേഷമാണ്. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ദീപാവലി ആഘോഷം നടത്തുന്നുണ്ട്. അങ്ങനെ ഒക്ടോബർ മാസം എന്ന് പറയുന്ന ആഘോഷങ്ങളുടെ ഒരു മാസം കൂടിയാണ്. ഇനി രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാരടങ്ങുന്ന മേടക്കൂറുകാർക്ക് അവരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, കൂടാതെ 5-ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യൻ 6-ാം ഭാവത്തിലേക്കാണ്. ശനി 11-ാം ഭാവത്തിൽ നല്ല ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. വളരെയധികം നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് മേടക്കൂറുകാർക്ക്, അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർക്ക് ഈ ഒക്ടോബർ മാസം. ഒക്ടോബർ മാസം തന്നെ ആദിത്യനും കുജനും ബുധനും ശുക്രനുമൊക്കെ 17-ാം തീയതിയും 20-ാം തീയതിയും 10-ാം തീയതിയും 13-ാം തീയതിയും ഒക്കെ മാറുന്നുണ്ട്. ഒക്ടോബർ മാസം രാശി മാറുന്നുണ്ട്. ഈ മാറുമ്പോൾ ഫലങ്ങളിൽ വ്യത്യാസം വരും. കൂടാതെ ബുധൻ മൗഢ്യം ഉള്ള സമയമാണ്. അപ്പം ബുധൻ മൗഢ്യമുള്ള സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, ബുധന പ്രാധാന്യമുള്ള പ്രവൃത്തികൾക്ക് കുറച്ച് തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബുധമൗഢ്യം കൂടി കണക്കിലെടുത്ത് വേണം ഫലങ്ങളെല്ലാം നിരൂപിക്കേണ്ടതെന്ന് പറയും. ബുധമൗഢ്യം ഒക്ടോബർ 21 വരെ ഏകദേശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മേടൻ രാശിക്കാരുടെ 5-ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യനാണ് 9-ാം ഭാവത്തിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനസ്സന്തോഷം കുറച്ച് കുറഞ്ഞിരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മനസ്സിന് എപ്പോഴും ടെൻഷൻ വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. അതൊഴിച്ചാൽ ഭാഗ്യാവസ്ഥ അനുകൂലമാണ്, ഭാഗ്യസ്ഥതയ്ക്ക് അനുകൂലമാണ്. കൂടാതെ സ്ത്രീകൾക്ക് ധാരാളം ചെലവുകൾ വരുന്ന സമയമാണ്. അവരവരുടെ കുടുംബജീവിതം വളരെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. ആ രാശിയുടെ അധിപതിയായിട്ടുള്ള കുജൻ 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്തുണ്ട്. സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് മേടൻ രാശിക്കാർ ശ്രീ ശിവനെ, പരമശിവനെ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടുത്തെ സാധാരണ ചെയ്യാൻ കഴിയുന്ന അർച്ചനകൾ, പൂജകൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അതുകൂടാണ്ട് വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. ആലോചനകൾ തുടങ്ങേണ്ടവർക്ക്, അതിനുള്ള സാഹചര്യമായവർക്കൊക്കെ അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്.
പഠന വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതുവേ ഒരു 70% കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയവും അതേസമയം മനസ്വസ്ഥതയ്ക്ക് ഒരാൾക്ക് സ്വല്പം ബുദ്ധിമുട്ടും ഒക്കെ ഇതിനകത്ത് വരും. എന്തായാലും വളരെ നല്ല സമയത്തിലേക്ക് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ് മേടൻ രാശിക്കാർക്ക്. അടുത്തതായിട്ട് ഇടവൻ രാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിന്റെ അരയും അടങ്ങുന്നതാണ് ഇടവൻ രാശിക്കാർ. ഇടവൻ രാശിക്കാർക്ക് സംബന്ധിച്ച് 11ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത് വളരെ നല്ല ഗുണം തന്നെയാണ്. ഇടവൻ രാശിക്കാരുടെയും ഭാഗ്യാധിപ സ്ഥാനത്തുള്ള ഗ്രഹം 10 കർമ്മമേഖലയിൽ വന്ന് നിൽക്കുന്നത് ഗുണം തന്നെയാണ്. ശിരോരോഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെറുതായിട്ടും അലട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. 2ൽ നിൽക്കുന്ന കുജനെ കലഹം കൂടി ഉണ്ടാക്കാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ഈ ഇടവൻ രാശിക്കാരെ ശ്രദ്ധിക്കേണ്ടത് 2ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ പക്വതയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വലിയ വഴക്കിലേക്കോ പ്രശ്നത്തിലേക്കോ പോവാതെ തന്നെ രമ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പം മോശമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇവരുടെ ഇടയിലേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാണ്ട് കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും ഒന്ന് ശകലം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. ബാക്കി വളരെയധികം കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട്. ആ അനുകൂലമായിട്ടുള്ളവയെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കുക. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് ശ്രദ്ധ എടുത്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ പോകുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഭാഗ്യസ്ഥാനാധിപൻ അവിടെ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഭാഗ്യസ്ഥാനാധിപതി കർമ്മത്തിലാണ്. കർമ്മമേഖല, അതായത് അവനവൻ്റെ ഏതൊക്കെയാണോ തൊഴിൽ, ആ മേഖലയിലൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അടുത്തതായിട്ട് മിഥുനം രാശിയാണ്. ദിനക്കുറത്തിന് മകേരത്തിൻ്റെ കാൽഭാഗവും തിരുവാതിരയും പുണർവത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരുടെ 5ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ ആ രാശിയിൽ തന്നെ നിൽപ്പുണ്ട്. അത് വളരെയധികം ഗുണമാണ്. 5ാം ഭാവാധിപതി 5ാം ഭാവത്ത് നിൽക്കുന്നത് തന്നെ വളരെ ഗുണമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഭാഗ്യസ്ഥാനാധിപതിയായിട്ടുള്ള ശനി ആ ഭാഗ്യസ്ഥാനത്ത് തന്നെ ഉണ്ട്. അതും വളരെ ഗുണമാണ്. 5, 9 എന്നീ ഭാവങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണമായിട്ട് തന്നെയാണ്. 12ൽ നിൽക്കുന്ന വ്യാഴം ചിലവ് വർദ്ധിപ്പിക്കും. ഇത് മുമ്പ് പല ഫലങ്ങളിലും പറയുന്നതായിട്ടുണ്ട്. എല്ലാ ഫലങ്ങളിലും പറയാറുണ്ട്. 12ൽ നിൽക്കുന്ന വ്യാഴം അത് വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനച്ചെലവ് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനച്ചെലവുകൾ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പൊതുവെ ഒക്ടോബർ മാസത്തിൽ മിഥുനം രാശിക്കാർക്കാണ് അവരുടെ കുറച്ച് കൂടുതലായിട്ട് ഗുണഫലങ്ങൾ, അതായത് പോസിറ്റീവായിട്ടുള്ള അവസ്ഥകളെന്ന് തന്നെ പറയാം, നിൽക്കുന്ന സമയം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാശിക്കാർ ശാസ്താവിനെ ഭജനം ചെയ്യുക, ഹനുമാൻ സ്വാമിയെ ഭജനം ചെയ്യുക, ഇതൊക്കെ വളരെ നല്ലതായിട്ട്. അടുത്തതായിട്ട് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൻ്റെ 9ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം ഈ രാശിയുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലുണ്ട്. കർക്കിടകക്കൂറ് തന്നെ പുണർത്തിൽ കാലും പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. ഇതിൻ്റെ സർവേശ്വരകനായിട്ടുള്ള വ്യാഴം കർക്കിടകക്കൂറിൻ്റെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുള്ളത് വളരെയധികം ഗുണം തന്നെയാണ്. 4ാം ഭാവത്തിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നു. അത് ഗുണമാണ്. വാഹനമോ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്കോ, വീട് വാങ്ങിക്കാനോ അതിനുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. 3ാം ഭാവത്തിൽ ആദിത്യനും കേതുവും നിൽക്കുന്നത് ഗുണമാണ്. ആ രാശിയിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പ്രത്യേകിച്ചൊരു
ഗുണമോ ദോഷമോ പറയാൻ പറ്റുന്ന അവസ്ഥയില്ല. കാരണം ബുധൻ്റെ മൗഢ്യം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മൗഢ്യത്തിലിരിക്കുന്ന ബുധൻ വലിയ ഗുണങ്ങളൊന്നും ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കൂടാണ്ട് അഷ്ടമത്തിൽ ആണ് ശനി സഞ്ചരിക്കുന്നത്. അഷ്ടമ ശനി ഇഷ്ടഫലത്തേക്ക് ചെയ്യും എന്ന് ശാസ്ത്രം കൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ വലിയ പേടിക്കേണ്ട കാര്യമില്ല. എങ്കിലും ശാസ്താവിനെയും ഹനുമാനെയും നവഗ്രഹങ്ങളെയൊക്കെ നിത്യം വണങ്ങുന്നത്, ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി വണങ്ങുന്നത് വളരെ നല്ലതാണ്. സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം, ആ വ്യാഴം ഈ രാശിയുടെ, അതുകൂടാതെ ഭാവാധിപതി 9-ാം ഭാവമായിട്ടുള്ള വ്യാഴം 11-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗുണമുണ്ടാവും. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെ കിട്ടാനുള്ള സാധ്യത ഒക്ടോബർ മാസമുണ്ട്. വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി, വേറെ കുഴപ്പമില്ല. അടുത്തതായിട്ട് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ അടങ്ങുന്നത് മകവും പൂരവും ഉത്രത്തിക്കാലമാണ്. ചിങ്ങൻ രാശിയുടെ 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്തിൽ ശുക്രൻ തന്നെ നിൽപ്പുണ്ട്. നേരെ 7-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. 6-ഉം 7-ഉം ഭാവത്തിലുള്ള ശനി നിൽക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലോ വിവാഹ കാര്യങ്ങളിലോ ആലോചിക്കുന്നവർക്ക് കുറച്ച് കാലതാമസങ്ങൾ വരികയും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ സർപ്പനും 2-ൽ കേതുവും നിൽക്കുന്നത് പ്രശ്നമാണ്. അപ്പം വളരെ നമ്മുടെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധ വേണം. കിട്ടാനുള്ള ധനമൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കുറച്ച് മങ്ങുന്ന സമയമാണ്. അതിനൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇത് കൂടാണ്ട് 10-ാം ഭാവത്തിൽ കർമ്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള 2 തരത്തിലുള്ള ഫലങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം വരുന്നത് ഇതിൽ 4-ാം ഭാവാധിപതിയും 9-ാം ഭാവത്തിലുള്ള കുജൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗുണമായിട്ട് വരും. കുജനെ കൊണ്ടാണ് ഇപ്പം ഗുണങ്ങൾ ഏറെയും നിൽക്കുന്നത്. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്, അവിടെ പുഷ്പാഞ്ജലി ചെയ്യുന്നതൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇവയൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നന്നായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കും. ഈ മാസം ശരിക്കും പറഞ്ഞാൽ കുജനാണ് നമുക്ക് ഫലം തരേണ്ടത്. പക്ഷേ കുജൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ബുധന് മൗഢ്യം എന്ന് നേരത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള അളവുകളുടെ, നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളുടെ ഒരു അളവ് കുറച്ച് കുറഞ്ഞു തന്നെ ഇരിക്കും. അടുത്തതായിട്ട് പറയേണ്ടത് കന്നിരാശിയാണ്. ഉത്രത്തി മുക്കാലും അത്തവും ചിത്രത്തെ അരയും അടങ്ങുന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ആ രാശിയിൽ തന്നെയാണ് ആദിത്യനും ബുധനും കേതുവും നിൽക്കുന്നത്. ഗുണദോഷം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് അവിടെ കിട്ടുക. 2-ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ 2-ാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് ധനം വരവ് ഓക്കെ നന്നായിട്ട് തന്നെ പോകും. കുടുംബജീവിതം വളരെ നന്നായിട്ട് പോകും. ആ കാര്യങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് കൂടാണ്ട് 5-ഉം 6-ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 6-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് കേസോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു നിവൃത്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൽ 9-ാം ഭാവത്തിൽ സർവേശ്വരവാനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ട്. 9-ാം ഭാവത്തിൽ ബലവാനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റെന്തൊക്കെ ദോഷങ്ങളൊക്കെ വന്നു ഭവിച്ചാലും ആ വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പോകുമെന്ന് പറയുന്ന പോലെ വളരെ ഗുണമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് ഭജനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് പറയുന്നത് തുലാ രാശിയാണ്. തുലാം രാശിയുടെ ചിത്രത്തരയും ചോദ്യയും വിശാഖത്തിൽ മുക്കാലും അടങ്ങുന്നതാണ് തുലാക്കൂർ. തുലാം രാശിയുടെ ആ രാശിയിൽ തന്നെയാണ് ആ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ നിലകൊള്ളുന്നത്. 5-ാം ഭാവത്തിൽ ശനി, ആ രാശിയുടെ അധിപനായിട്ടുള്ള ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതും ഗുണമാണ്.
കൂടാണ്ട് 6-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത് ദോഷകരമല്ല. പക്ഷെ അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പല കാരണങ്ങൾക്കും അസുഖകാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. കൂടാണ്ട് ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ശ്രദ്ധ, ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. 7-ാം ഭാവാധിപതിയാണ് 9-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വിവാഹിതരായിട്ടുള്ളവർക്ക് അവരുടെ പാർട്ട്ണറെ കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ രാശിയുടെ 12-ാം ഭാവത്തിലാണ് ആദിത്യനും ബുധനും കേതുവൊക്കെ നിൽക്കുന്നു എന്നുള്ളത് കുറച്ച് അധിക ചെലവിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ടെന്നാൽ തന്നെയും രാശിയുടെ 5-ാം ഭാവാധിപതി ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ ഒരുവിധം പ്രശ്നമില്ലാതെ പോകും. ഒരു കൃത്യമായിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലത്. അടുത്തതായി വൃശ്ചികം രാശി. വിശാഖത്തെക്കാളും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുടെ 5-ഉം 9-ഉം ഭാവാധിപതികൾ വളരെ ഗുണവാന്മാരായിട്ടാണ് നിൽക്കുന്നത്. വൃശ്ചികം രാശിയുടെ നേരെ 7-ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവനവൻ്റെ പാർട്ണറെ കൊണ്ടുള്ള ഗുണം, ഈ വക കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതുകൂടാണ്ട് വസ്തുവകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലുള്ള സാധ്യതകൾ തെളിയും. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പൻ സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 8-ാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ചില്ലറ രോഗങ്ങൾ അത് 6-ാം ഭാവതയും കൂടിയാണ് 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ചില്ലറ അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാത്ത സാധ്യതയുണ്ട്. 11-ാം ഭാവത്തിൽ കേതു ഗുണം ആണ്. 10-ാം ഭാവാധിപതി തന്നെ ആയിട്ടുള്ള ആദിത്യൻ 11-ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് ഗുണമാണ്. ഈ 2 ഗുണങ്ങളും കൂടി ചേർക്കുമ്പോൾ ഈ ഒക്ടോബർ മാസം നേരത്തെ പറഞ്ഞതിലോട്ടുള്ള മിഥുന രാശിക്കാരെ പോലെ തന്നെ 5-9 ഭാവങ്ങൾ ഗുണമായിട്ടുള്ളതുകൊണ്ട് ഏറെക്കുറെ വൃശ്ചികം രാശിക്കാർക്ക് ഗുണഫലങ്ങളുടെ അളവ് തോത് വളരെ കൂടി. അടുത്തതായിട്ട് പറയുന്നത് ധനുക്കൂറ്. മൂലവും പൂരാടവും ഉത്രാടത്തിക്കാലം അടങ്ങുന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 9-ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യനാണ് 10 കർമ്മസ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് ആദിത്യം വരുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. എന്നാലും നമ്മൾ ജോലി ഉള്ളവരെ സംബന്ധിച്ച് അധികമായിട്ടുള്ള ജോലി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ള ഗുണം ഇതിനകത്തുണ്ട്. 2-ഉം 3-ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുണം. പക്ഷേ 6-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ധനത്തിൻ്റെ വരവ് സ്രോതസ് കുറഞ്ഞ് അധിക ചെലവ് കൂടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. 5-ാം ഭാവാധിപതിയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് 7-ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം മൗഢ്യപ്രധാനമായതുകൊണ്ട് അവരവരുടെ പാർട്ട്ണറെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. ആ കാര്യങ്ങളൊന്നും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. വിവാഹിതരായിട്ടുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കുറച്ച് മുഷ്ടിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ കണ്ടുവരാറുണ്ട്. 11-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ ഏറെ തന്നെ ഇരിക്കും. നല്ല കാര്യങ്ങൾക്കുള്ള അധിക ചെലവ് ഇതിനകത്ത് വരാൻ സാധിക്കും. ഈ രാശിക്കാർ ശരിക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി
കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ശിവൻ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതായിരിക്കും ഇപ്പോഴത്തെ സമയത്ത്, ഈ സമയത്ത് ഒക്ടോബർ മാസമുള്ള സമയത്ത് വളരെ നല്ലത്. അടുത്തതായിട്ട് മകരം രാശിയാണ്. ഉത്രാടത്തെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ അരയും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിയുടെ 5ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് മനസ്സന്തോഷം ഉണ്ടാവും. 2ലെ ബലവാനായിട്ട് ശനിയുണ്ട്, ധനം വരും, കുടുംബജീവിതം സ്വസ്ഥമാവും, കുഴപ്പമില്ല. 3ാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് സർപ്പം നിൽപ്പുണ്ട്. 6ൽ കുജൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. 4ും 11 ഭാവമായിട്ടുള്ള കുജൻ 6ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ഈ ഒക്ടോബർ മാസം ഈ രാശിക്കാരെ സംബന്ധിച്ച്, മകരം രാശിക്കാരെ സംബന്ധിച്ച് ഗുണഫലങ്ങളുടെ അളവ് കൂടി നിൽക്കുന്ന സമയമാണ്. കടബാധ്യത ഉണ്ടായിരുന്നവർക്ക് അതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള സാധ്യതകൾ തെളിയും. കേസോ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവർക്ക് കൂടുതലായി വിജയം കണ്ടെത്താനുള്ള സാധ്യതകൾ തെളിയും. അത് കൂടാണ്ട് 9ാം ഭാവത്തിലെ ഭാഗ്യസ്ഥാനത്താണ് ആദിത്യം നിൽക്കുന്നത്. ഏറെക്കുറെ വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒക്ടോബർ മാസം ഉണ്ടാവാൻ. അടുത്തതായിട്ട് പറയുന്നത് കുംഭം രാശിയാണ്. അവിടത്തിന്റെ അരയും ചതയവും പൂരിട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭക്കൂറുകാർ. ഈ കുംഭം രാശിയുടെ ശരിയായിട്ടുള്ള 9ാം ഭാവത്തിൽ ശുക്രൻ, ആ ക്ഷേത്രത്തിന്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബലം. 2ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് അവരുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു വളരെ നല്ല ശ്രദ്ധയുണ്ടാവണം. ധനം വരവിന്റെ കാര്യത്തിൽ സാധ്യതകൾ മങ്ങി നിൽക്കുന്ന സമയമാണ്, അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. 5ാം ഭാവത്തിൽ കുജനാണ് നിൽക്കുന്നത്. ഈ എടുത്തുചാട്ടത്തിനെ പരമാവധി കുറയ്ക്കണം. ഏത് കാര്യത്തിലും എടുത്തുചാട്ടം ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും, അതിനെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ച് കുജന്റെ മാറ്റം ഈ മാസം തന്നെ, ഒക്ടോബർ മാസം തന്നെ 20ാം തീയതി കുജമാറ്റം ഉണ്ടാകും. ആ കുജൻ മാറിയതോടുകൂടി, അതായത് ഒക്ടോബർ 10 ശേഷം അല്ലെങ്കിൽ 20 ശേഷമൊക്കെ പിന്നെ കുറച്ച് സമയത്തേക്ക് 6ാം ഭാവത്തിലേക്ക് കുജൻ വരുന്നത് വരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അവരുടെ ചിന്താഗതിയും മറ്റ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും സാധ്യതകളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 5ാം ഭാവത്തിലെ കുജനെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 5ാം ഭാവാധിപതിക്കും ബലമില്ലാത്ത സമയമാണ്. 5ാം ഭാവാധിപതിയായിട്ടുള്ള ബുധന് ബലം വരണമെങ്കിൽ ഒക്ടോബർ മാസം 21 കഴിയണം. അപ്പോൾ മൊത്തത്തിൽ ഒക്ടോബർ 21 ശേഷമൊക്കെ ആയിരിക്കും കുറെ കൂടെ ബലമായിട്ടുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടത് മനോദുഃഖം അവനവൻ തന്നെ വരുത്തി വയ്ക്കാതെ ശ്രദ്ധിക്കുക. അതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലത്. ബാക്കി പല ഗുണഫലങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. കാരണം 9ാം ഭാവാധിപതി ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യസ്ഥാനം കുറച്ച് അനുകൂലമായിട്ട് നിൽക്കും. അടുത്തതായിട്ട് പറയുന്നത് മീനം രാശിയാണ്. രാശികളുടെ അവസാനത്തെ രാശിയായ മീനം രാശി പോരിട്ടാതി കാലും പൂത്തിട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ച് രാശിയുടെ 5ാം ഭാവത്തിലുള്ള ചന്ദ്രന്റെ ബലം മാത്രമേ നമുക്ക് ഗുണമായിട്ട് എടുക്കാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം നേരെ 7ാം ഭാവത്തിൽ ആദിത്യം വന്നിരിക്കുന്ന സമയമാണ്. അത് അവരവരുടെ പാർട്ട്ണറെ സംബന്ധിച്ച്, മീൻസ് ഭാര്യാഭർത്ത ബന്ധത്തിലായിരുന്നാലും ഒക്കെ ചില ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒക്കെ വന്നുവിടാനുള്ള സാധ്യത, അസ്വാരസ്യങ്ങൾ വന്നുവിടാനുള്ള സാധ്യത ഉണ്ടാകും. രാഹുകേതുക്കളുടെ ഇൻഫ്ലുവൻസ് ഉള്ള സമയമാണ്. അഷ്ടമത്തിലാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് അതിന് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയാറുള്ളത് സാധാരണ. 11ാം ഭാവത്തിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ചിലവുകളുടെ അളവ് തന്നെ വളരെ കൂടിയിരിക്കും.
മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ടും വലിയ ഗുണമൊന്നും പറയാൻ സാധിക്കില്ല. മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സമയമാണ്. ദേവീക്ഷേത്രങ്ങളുടെ ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. വിഷ്ണു ഭജനം അവർക്ക് നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതാണ്. ദേവീക്ഷേത്ര ദർശനം നല്ലതാണ്. അവിടെയുള്ള അവനവനാൽ കഴിയുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലത്. ഇനി ഈ എല്ലാ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ദിശ, അപഹാര കാലഘട്ടം, ഷഡ്വർഗത്തിൻ്റെ ബലം, അഷ്ടവർഗ ബലം, ഇവയൊക്കെ ജാതകത്തിലുള്ള ഈ ബലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങളുടെ അളവ് ഏറിയും കുറഞ്ഞു നോക്കിയിരിക്കുന്നത്. അതൊക്കെ അവരവർ കൃത്യമായിട്ട് നോക്കി അവയുടെ ബലാബലങ്ങൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകണം. അടുത്ത മറ്റൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിത്യപ്രാർത്ഥനയിൽ ശരിയായിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ അയച്ചു കഴിഞ്ഞാൽ, കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആ നിത്യപ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തിയുള്ള പൂജകൾ വരുമ്പോൾ അതിലേക്ക് ഞാൻ അത് ചേർത്തോളാം. എന്തായാലും നല്ലൊരു മാസം തന്നെ, അതായത് ആഘോഷങ്ങളുടെ മാസമായ, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നവരാത്രി, ദീപാവലിയൊക്കെ എല്ലാവർക്കും നവരാത്രിയുടെയും ദീപാവലിയുടെയും ഒക്കെ ആശംസകൾ നേർന്നു.